അസ്സലാമു അലൈക്കും. നമ്മൾ ഈ ഒരു ബോയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ദാ ഇതിന് വേണ്ടി ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് ഈ റിബണാണ്. എൻ്റെ കയ്യിലുള്ള റിബൺ വെച്ച് ഞാൻ ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ പിക്ക് കണ്ടപ്പോൾ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബോ ഉണ്ടാക്കുന്നതും. പിന്നെ നിങ്ങൾ സാറ്റിൻ്റെ റിബണും ഓർഗന റിബണും ഏത് നമുക്കിതിന് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ എടുത്തത് ഇവിടെ 3 ഇഞ്ച് നീളത്തിലുള്ള 4 പീസും 4 ഇഞ്ച് നീളത്തിൽ 2 പീസുമാണ് കേട്ടോ. പിന്നെ കുറച്ച് മുത്താണ് വേണ്ടത്. ഇത് സെയിം കളർ മുത്തുകളോ ഒക്കെ എടുക്കണം. സെയിം കളറാണ് ഒന്നും കൂടെ ബെറ്റർ തോന്നുന്നത്. റിബണിൻ്റെ സെയിം കളർ കേട്ടോ. അപ്പോൾ ഞാൻ പറയാം എൻ്റെത് കയ്യിലില്ലത് വെച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സൂചി നൂലെടുക്കുമ്പോൾ സെയിം കളർ റിബണിൻ്റെ സെയിം കളർ നൂലെടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ പീസില്ല, അതായത് 3 ഇഞ്ച് നീളത്തിലുള്ള പീസിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ നമുക്ക് ഈ മുത്തുകൾ തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നിങ്ങൾ നല്ല വശം ചീത്ത വശമുള്ള റിബണാണെങ്കിൽ നല്ല വശത്താണ് തുന്നി കൊടുക്കേണ്ടത് കേട്ടോ. മുത്ത് ഏത് റിബണാണ് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഈ പിക്ക് കണ്ടപ്പോൾ ഒരുപാട് നല്ല ഭംഗി തോന്നി. പക്ഷേ എന്നിട്ട് അതിൻ്റെ ആ ഒരു സെയിം മെറ്റീരിയൽസ് ഇല്ലായിരുന്നു. അവിടെ സാറ്റിൻ റിബണും അതുപോലെ തന്നെ വൈറ്റ് കളറിൽ വൈറ്റ് പേൾ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. എൻ്റെ ഇതില്ലത് വെച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ റിബൺ എടുക്കുമ്പോൾ റിബണിൻ്റെ നീളം വീതിക്കനുസരിച്ച് കൂട്ടും കുറക്കും വേണം കേട്ടോ. അതായത് 1 ഇഞ്ച് വീതിയുള്ള റിബൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് നീളത്തിലുള്ള 4 പീസും 3 ഇഞ്ച് നീളത്തിലുള്ള 4 പീസുമാണ് വേണ്ടത്. ഇത് ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയാണ് റിബൺ എടുത്തത്. അപ്പോൾ വലിയ ബോവായിരിക്കും കേട്ടോ. റിബണിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച് ബോയുടെ വലിപ്പവും കുറയും. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ബെറ്റർ 1 ഇഞ്ച് വീതിയുള്ള റിബൺ എടുക്കുന്നതാണ് കേട്ടോ. 1 ഇഞ്ചിലും 1/2 ഇഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാം. ഗാലിക്കേറ്റിലും ഒക്കെ വെക്കാനാകുമ്പോൾ നമുക്ക് ഡ്രസ്സിലും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ബോ വെച്ചിട്ട് ഡ്രസ്സിലും നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇതേപോലെ തുന്നി കൊടുക്കാൻ വേണ്ടി കേട്ടോ. നല്ല ടൈറ്റ് ചെയ്ത് അടുപ്പിച്ചടുപ്പിച്ച് തുന്നരുത്. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് തുന്നുന്നത് കേട്ടോ. അതേപോലെ 4 തുന്നിയെടുത്തു. ഇനി നമുക്ക് ഈ ഒരു പീസ് ഞാൻ തുന്നണം. പക്ഷേ ഇത് മുഴുവനായിട്ട് തുന്നേണ്ട ആവശ്യമില്ല. ഇത് തുന്നണ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മൾ ഈ ഒരു പീസ്, അതായത് ചെറിയ പീസിൻ്റെ വീതിക്കാണ് തുന്നേണ്ടത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുക. അപ്പം കറക്റ്റായിട്ട് കിട്ടും. അല്ല അതിൻ്റെ ഇരട്ടി, അതായത് 2 പീസ് അവിടെ വെക്കാമല്ലോ. അത് ബോ ചെയ്യുന്ന മുഴുവൻ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അതെന്തിനാണ് അങ്ങനെ തുന്നുന്നതെന്നുള്ളത്. മുഴുവനായിട്ട് കാണാം. ഇവിടെ നിന്ന് ഇവിടെ വരെ മാത്രം ഒന്ന് മുത്ത് വെച്ച് തുന്നി കൊടുക്കാം കേട്ടോ. താഴെ വശത്തൂടെയാണ് തുന്നേണ്ടത്. മറ്റു പീസ് നമ്മൾ സെൻറ്ററിലാണ് തുന്നിയത്. ഇത് നമ്മൾ താഴെ വശത്തൂടെ തുന്നിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ 2 പീസിനും ഇതേപോലെ തുന്നിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിത് ജോയിൻ ചെയ്യാനാണ്. ഈ 2 പീസും ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. ഇത് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പിക്ക് കണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഇതെങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത് എന്നുള്ളത്. ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് തുന്നി കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ച് തുന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ ആ ഒരു പീസ് താഴോട്ട് ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് തുന്നിയാലും മതി.
ഒരു മുട്ട സൂചിയൊക്കെ വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചാണ്ട് തുന്നാൻ സ്റ്റാർട്ട് ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വെച്ച് അല്ലേ തുന്നി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കുറച്ചും കൂടെ വീതി കുറഞ്ഞ റിബണാണ് എനിക്കിതിന് ഏറ്റവും ബെറ്റർ തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കയ്യിൽ വെച്ച് ചെയ്താൽ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, വീതി കുറഞ്ഞതിലും കൂടിയൊക്കെ ചെയ്ത് നോക്കട്ടെ. റിബണിൽ കയ്യിൽ ശരിക്കൊക്കെ ഇത് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള റിബണായിട്ടാണ് എനിക്ക് ബോയാണ് എനിക്ക് ഇതായത് കേട്ടോ. അതേപോലെ സാധാ സിമ്പിളായിട്ട് ചെയ്യുന്ന പോലെയല്ല, കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നമുക്കൊരു റിബണുകൊണ്ട് കുറച്ച് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ മുത്തുകൾ തുന്നിന് പകരം അവിടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്താണ്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേപോലെ രണ്ടും ചെയ്തെടുക്കാം കേട്ടോ. രണ്ട് ഭാഗത്തോട്ടുള്ളതും രണ്ടും ചെയ്തെടുക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നല്ല അടുപ്പിച്ച് വെക്കണം കേട്ടോ. ഒരുമിച്ച് നല്ലോന്ന് തുന്നി കൊടുക്കാം കേട്ടോ. ഒട്ടിക്കനാടിയിൽ എപ്പോഴും ബോയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തുന്നി കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതേപോലെ ഒരു പീസ് എടുത്തു സെൻറ്ററിലൊന്ന് തുന്നി കൊടുക്കുക. ഇതിൻ്റെ മുകളിലും വേണമെങ്കിൽ ഞങ്ങൾക്ക് മുത്തുകളൊക്കെ ഒട്ടിച്ച് കൊടുക്കാനും തുന്നാനൊക്കെ പറ്റും കേട്ടോ. ആ സെൻറ്ററിൽ എടുത്ത പീസിൻ്റെ നല്ല ടൈറ്റ് ചെയ്ത് തുന്നി കൊടുക്കണം. പിന്നെ നമ്മൾ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലെ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനാണ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബോയ പറഞ്ഞ അലിക്കേറ്ററിലോ സെൻറ്റർ ക്ലിപ്പിലൊക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ഹെയർ ബാൻഡ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഹെയർ ബാൻഡിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ റെഫറൻസ് പിക്ക് ഞാനിവിടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഏകദേശം ആ രൂപമൊക്കെ എനിക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വൈറ്റിലാകുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്.